ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ബോണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് അല്ലേ, കെമിക്കൽ ബോണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്. സോ എന്തായിരുന്നു കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്? നമ്മുടെ ഓരോ എലമെൻസും അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസും എന്താണ്, അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. ഏതൊക്കെ തരം ബോണ്ടിങ് ആണ് നമ്മൾ പഠിച്ചത് ഇതുവരെ? അയോണിക് ബോണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, അവർ ലൂസ് ചെയ്യോ ഗെയിൻ ചെയ്യോ ചെയ്ത് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ബോണ്ടിങ് എന്ന് പറയുന്നത് എന്തിനാണ്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോ എന്ന് പറയുന്ന വേർഡ് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്, കോപ്പറേഷൻ അല്ലേ. എന്താണ് കോപ്പറേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് എന്നൊക്കെ പറയുമ്പോൾ കോ എന്ന് പറയുന്നൊരു വേർഡിന് അവിടെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. എന്താണ് കോ എന്ന് പറയുന്ന വേർഡ് അവിടെ മീൻ ചെയ്യുന്നത്? നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മൾ കണ്ടത് എങ്ങനെയായിരുന്നു, സോഡിയം ക്ലോറൈഡ് അല്ലേ. സോഡിയം ക്ലോറൈഡ് നമ്മൾ എക്സാമ്പിളെടുത്ത് കണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു, സോഡിയം 11 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പാവം സോഡിയത്തിന് എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. പക്ഷേ സോഡിയത്തിന് എങ്ങനെ ആ 1 ഇലക്ട്രോൺ കളയാൻ പറ്റുമോ? ഇല്ല, കളഞ്ഞത് ആരെങ്കിലും കൊടുക്കണം അല്ലേ. അപ്പം അതാ നോക്കുമ്പോൾ ആരുണ്ട് അവിടെ, ക്ലോറിൻ അല്ലേ. 287 അല്ലേ, 17 ആറ്റോമിക് നമ്പറായി ഒരു ഇലക്ട്രോണെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞിട്ട് പാവം നമ്മുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ക്ലോറിൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് സോഡിയത്തിനെ കണ്ടുമുട്ടിയത്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, സോഡിയം എന്ത് ചെയ്തു, നീ എടുത്തോ ക്ലോറിൻ, എൻ്റെ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് ഒരു ഇലക്ട്രോൺ അങ്ങ് കൊടുത്ത് പാവം ക്ലോറിൻ അതെന്ത് ചെയ്തു, തന്നോളൂ സന്തോഷമായി പറഞ്ഞ് നമ്മുടെ ക്ലോറിൻ അത് വാങ്ങി അവർ രണ്ടുപേരും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് അവരെന്ത് ചെയ്തു, അവരവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കി അവരവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു അല്ലേ. ഇതാണ് നമ്മൾ അയോണിക് ബോണ്ടിങ്ങിൽ കണ്ടത്. ഇവിടെ കോവാലന്റ് ബോണ്ടിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാണ് അല്ലേ. ഷെയർ ചെയ്യുക, എനിക്കും നിനക്കും അല്ലേ, രണ്ട് പേരും ഈക്വലി ഷെയർ ചെയ്യുന്നതാണ് മക്കളെ എന്ത്, കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. നോക്കൂ, ഹൈഡ്രജൻ അല്ലേ, ഒരു ഹൈഡ്രജനായി നിൽക്കുമ്പോഴെന്താ, നമുക്കറിയാം ഷെൽ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, KLM എന്ന് പറഞ്ഞ് ഷെൽസ് പോകുന്നു. ഫസ്റ്റ് ഷെൽ K ഷെല്ലാണ്. എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, രണ്ട് ഇലക്ട്രോൺസിനെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹൈഡ്രജൻ ആറ്റോമായി നിൽക്കുമ്പോഴെന്താ പ്രശ്നം, ഒരൊറ്റ ഇലക്ട്രോൺ ഉള്ളൂ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നില്ലെങ്കിൽ 1 ഇലക്ട്രോൺ പുള്ളിക്ക് കളയാം. അങ്ങനെ കളയാൻ പറ്റുമോ? ഇല്ല. ഒരു ഇലക്ട്രോൺ ഉള്ള ഉള്ള ഇലക്ട്രോണിനെ കളയുന്നതിലും ഭേദം ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്താ, 2 ഇലക്ട്രോൺസ് ആയില്ലേ. ഒട്ടും വിഷമിക്കേണ്ട. എന്താണ്, ഹൈഡ്രജന് കൂട്ടായി ഹൈഡ്രജൻ തന്നെയുണ്ട്. അവർ ഹൈഡ്രജൻ മോളിക്യൂൾ ആയിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും മറ്റൊരു ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോണും കൂടി എന്ത് ചെയ്യാണ്, അവർ ഷെയർ ചെയ്യുമ്പോൾ 2 ആയല്ലേ. 2 പേർക്കും ഈക്വലി എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. മറ്റൊന്നാണ് ഓക്സിജൻ. നമുക്കറിയാം ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ എങ്ങനെയാണ്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ എത്ര വരാ, 6 ആണല്ലേ വരാ, 2 6 ആണ്. നമുക്കറിയാം KL ഷെല്ല് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം, 8 ഇലക്ട്രോൺസ് വേണം. ഓക്സിജൻ ഒറ്റയായി നിൽക്കുമ്പോഴെന്താ, നടക്കില്ല അല്ലേ. പക്ഷേ ഓക്സിജൻ മോളിക്യൂളായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, രണ്ട് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിൽ നിന്ന് അവർക്ക് ഷെയർ ചെയ്ത് എന്താക്കാം, അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. അത് തന്നെയാണ് നൈട്രജൻ വരുമ്പോൾ എന്താ പ്രത്യേകത, 3 ഇലക്ട്രോൺസ് ആണ് അവർ ഇതുപോലെ ഷെയർ ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. നമ്മുടെ ഫ്ലൂറിൻ വരുമ്പോൾ ഇങ്ങനെയാണ്, നമ്മൾ ക്ലോറിൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ക്ലോറിൻ്റെ കേസ് എങ്ങനെയായിരുന്നു, 287. ഇവിടെ എങ്ങനെയാണ്, 27 ആണ് വരുന്നത്. ഒരു ഇലക്ട്രോൺ അല്ലേ, ഒരു ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലൂറിൻ എന്തായി, ഫ്ലൂറിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുമല്ലേ. ഇതാണ് നമ്മൾ കണ്ടത്. ക്ലോറിനും ഫ്ലൂറിനും ഓൾമോസ്റ്റ് സിമിലറായി തന്നെയാണല്ലേ അവരുടെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അവരുടെ ഷെയറിങ് വരുന്നത്. സോ കോവാലന്റ് ബോണ്ട് ഇസ് നത്തിങ് ബട്ട് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ബൈ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ആണ്. ഓക്കെ, മോളിക്യൂളായിരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായി സാധിക്കും അല്ലേ. ഓക്സിജൻ കണ്ടു, ഹൈഡ്രജൻ കണ്ടു, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ ഒക്കെ നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആറ്റംസ് തമ്മിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ കോമ്പൗണ്ടുകളാക്കി അവരെങ്ങനെയാണ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായി നോക്കാം.